സിനിമാ ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് മോഹൻലാൽ പുറത്തുവിടുന്നത്. കുറച്ച് നാളുകളായി ഇത് തുടങ്ങിയിട്ടും ഇന്നിതാ എത്തിയിരിക്കുന്നു. ലാലേട്ടന്റെ സംവിധാനത്തിൽ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്ന കാര്യം മോഹൻലാൽ തന്നെയാണ് അറിയിച്ചതും. ഈ വാർത്ത കേട്ട് സിനിമാ ലോകം തന്നെ ഞെട്ടി എന്നത് ശരിവെക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഓരോ താരങ്ങളും ഇതിനെക്കുറിച്ച് പറയുന്നത്. ലാലേട്ടൻ നമ്മൾ വിചാരിച്ച ആളല്ല സാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉണ്ണി മുകുന്ദന്റെ പോസ്റ്റ് തുടങ്ങുന്നത്. എല്ലാവർക്കും അത് തന്നെയാണ് പറയാനുള്ളത്. നമ്മൾ ഉദ്ദേശിച്ച ആളല്ല ലാലേട്ടൻ. ഒടിയന്റെ തിരക്കഥാകൃത്ത് ഹരികൃഷ്ണനും എഴുതി രാത്രികൾ സംസാരിച്ചിരുന്നിട്ടുണ്ട്. അപ്പോൾ സംവിധാനം എന്ന സ്വപ്നം മോഹൻലാലിൽ നിന്ന് നേരിട്ട് കേട്ടിട്ടുമുണ്ട്. അതേക്കുറിച്ച് പറയുമ്പോൾ ആ മുഖം സ്വപ്നാഭമായി മാറുന്നത് കണ്ടിട്ടുമുണ്ട്. ഇതാ ആ സ്വപ്നം സത്യമാവാൻ പോകുന്നു. പൂർണ്ണതയുടെ രാജാവിന് സാധിക്കാത്തതെന്ത്? അതെ, എല്ലാവർക്കും അത് ഉറപ്പു തന്നെയായിരുന്നു. മോഹൻലാൽ ഒരിക്കൽ സംവിധാന കുപ്പായം അണിയുമെന്നത്. നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ ആശംസകളും ആകാംക്ഷയും നിറഞ്ഞുള്ള പോസ്റ്റുകൾ ഇട്ടിരിക്കുന്നത്. ബറോസ് എന്ന 3D സിനിമ ഒരുക്കുമ്പോൾ മോഹൻലാൽ അഭിനയിക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. മോഹൻലാൽ ആദ്യമായി സംവിധായകനാവുന്ന ബറോസ് എന്ന 3D ചിത്രത്തിൽ ബറോസായി മോഹൻലാൽ തന്നെ അഭിനയിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയിലെ ആദ്യത്തെ 3D ചിത്രം മൈ ഡിയർ കുട്ടിച്ചാത്തന്റെ സംവിധായകൻ ജിജോ പുന്നൂസ് എഴുതിയ ബറോസ് ദി ഗാർഡിയൻ ഓഫ് ഗാമാസ് ട്രഷർ എന്ന ഇംഗ്ലീഷ് കഥയെ ആസ്പദമാക്കിയാണ് ലോക സിനിമാ നിലവാരത്തിൽ ഒരു സിനിമ സൃഷ്ടിക്കാൻ പോകുന്നത്. പോർച്ചുഗീസ് പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഒരു നിഗൂഢ രചനയാണിത്. ഗാമയുടെ നിധി സൂക്ഷിക്കുന്ന ആളാണ് ബറോസ്. 400-ലധികം വർഷങ്ങളായി അയാളത് കാത്തു സൂക്ഷിക്കുന്നു. യഥാർത്ഥ പിന്തുടർച്ചക്കാർ വന്നാൽ മാത്രമേ അയാളത് കൈമാറുകയുള്ളൂ. ബറോസിന്റെ അടുത്തേക്ക് ഒരു കുട്ടി വരികയാണ്. അവർ തമ്മിലുള്ള ബന്ധവും അതിന്റെ രസങ്ങളുമാണ് സിനിമയുടെ കഥ. ഏവർക്കും രസിക്കാവുന്ന ചിത്രമായിരിക്കും ബറോസ് എന്ന് മോഹൻലാൽ ഉറപ്പു തരുന്നു. രാവുകളിൽ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നാണ് മോഹൻലാൽ പറയുന്നത്. കാരണം ബറോസ് മനസ്സിൽ കയറി കൂടിയിരിക്കുന്നു. ഈ അസ്വസ്ഥതയിൽ നിന്ന് ബറോസ് പുറത്തു വരും എന്ന് മോഹൻലാൽ വ്യക്തമാക്കുന്നു. കയ്യിലൊരു നിധി കുംഭവുമായി അയാൾക്ക് മുന്നിൽ നക്ഷത്ര കണ്ണുള്ള ഒരു കുട്ടി ഉണ്ടാകും. അവരുടെ കളിച്ചിരികൾ ഉണ്ടാകും, വിസ്മയ സഞ്ചാരങ്ങൾ ഉണ്ടാകും. അഭിനേതാക്കളായി വിദേശ താരങ്ങളടക്കം വേണ്ടിവരും. അതിനുള്ള അന്വേഷണത്തിലാണ്. ഗോവ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ്. അതിനുള്ള സ്ഥലങ്ങൾ എല്ലാം കണ്ട് കഴിഞ്ഞു. ബറോസ് ഒരു തുടർ സിനിമ ആയിട്ടായിരിക്കും സൃഷ്ടിക്കപ്പെടുക. എനിക്കൊരു ലോക സിനിമ ചെയ്യാൻ ഇഷ്ടം എന്ന ജിജോയുടെ സ്വപ്നത്തിന് തുടക്കമാണ് ബറോസ്. മോഹൻലാൽ പറയുന്നത് ഇങ്ങനെ: മലയാള സിനിമ എന്നത് അടുത്ത ഘട്ടത്തിലേക്ക് മാറുകയാണ്. 100 കോടി എന്നതൊക്കെ സ്വപ്നം കാണിച്ചത് മോഹൻലാൽ തന്നെ. ആ മോഹൻലാൽ തന്നെയാണ് മലയാള സിനിമയെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതും. അതിൻ്റെ ഒരു തുടക്കമാകും ഇത്.